അങ്ങനെ ചേച്ചിയൊരു വാശിക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇത് വാശിയുടെ ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ നാത്തൂന്റെ ഡിമാൻഡ് എന്താ? ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാമെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിട്ടാണ് ഈ ടെൻഷൻ അടിക്കുന്നെങ്കിലേ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ പേരിലും കുറച്ച് സ്ഥലമുണ്ട്, അങ്ങോട്ട് നമുക്കൊരു വീട് വെച്ച് മാറാം. അതിപ്പോ സ്ഥലം പങ്ക്യാമന്റെ പേരിലുണ്ടല്ലോ, അവിടെ വേണേലും വീട് വെക്കാലോ. ആ കൊച്ചാലമൂടുള്ള സ്ഥലമല്ലേ, അവിടെ ഇദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് അവകാശം കാണൂലേ? നാളെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ എന്തോ ചെയ്യും? നമുക്ക് എന്റെ സ്ഥലത്ത് വീട് വെക്കാം, അവിടെ ആകുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് താമസിക്കണമെങ്കിൽ കുട്ടലപ്പാട് വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ താമസിക്കാൻ സ്ഥലം ഉണ്ടോ ഇല്ല എന്നുള്ളത് നല്ല പ്രശ്നം സാറാണ്. അതൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മായി, അതിപ്പോ ആർക്കും കൊട്ടിലപ്പാട്ട് തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല. എനിക്ക് എന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടുണ്ട്, വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവാം. ആരും കൂടെ അങ്ങോട്ട് പോകുന്നില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് സീതാലക്ഷ്മി അല്ല, ഇവിടുത്തെ കാരണവർ ഞാനാ. ഞാൻ തീരുമാനിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓ, ഒരു കാരണവര് അച്ഛൻ കാണിച്ച ഒറ്റ മണ്ടത്തരം കൊണ്ടാ ഇന്ന് ഈ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നേ. അല്ല, ഞാനെന്താ കാണിച്ചെന്നാ? എന്ത് കാണിച്ചെന്നോ? അതെ, സാധാരണ എല്ലായിടത്തും വീടും പറമ്പും ഒക്കെ ഗൃഹനാഥന്റെ പേരിലായിരിക്കും, ഇവിടെ മാത്രം എങ്ങനെ അമ്മയുടെ പേരിലായത്? എന്നിട്ട് വന്നൊന്ന് പറയാ ഞാനാ തീരുമാനിക്കുന്നതെന്ന്. അതെ, അതിന് വേറൊരു കഥയായിട്ട് ഞാൻ അത് ഇനി അതിന് കിടന്ന് ഉരുളണ്ട അളയാ, അത് ഞാൻ പറഞ്ഞുതരാം. അതെ, ഇത് ചേച്ചി തട്ടിയെടുത്തൊന്നും അല്ല ഈ തറവാട്. അന്ന് നാടകത്തിന് പോണ കാലത്തേ നല്ല ചെലവായിരുന്നു അളിയന്. അക്കാലത്തൊരു 3 നാടകം അടുപ്പിച്ച് അങ്ങോട്ട് പൊട്ടി. 4 ഓ, നല്ല ഓർമ്മയാണല്ലോ. 4-4 എന്തായാലും കാശ് കുറെ കളഞ്ഞു. അങ്ങനെ ഈ കടക്കാരുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറമ്പെന്ന് ഒരു 5 സെന്റ് സ്ഥലം വിറ്റിട്ടാണ് ആ കടമൊക്കെ വീട്ടിയത്. എന്നാൽ അതോടെ കടം തീർന്നു വിചാരിച്ചു. പിറ്റത്തെ കൊല്ലം അടുത്ത നാടകവും പൊട്ടണ്, പിന്നെയും കാശ് ചെലവ്, കടക്കാര് വരുന്നു. വീണ്ടും പറമ്പ് വെക്കാൻ വന്നപ്പോ ചേച്ചി പറഞ്ഞു ഇത് ഇവിടെ നടക്കില്ല, നിങ്ങൾ ഈ നാടകം നടത്തി ഈ തറവാട് മുട്ടിപ്പിക്കും, എന്റെ മക്കൾക്ക് ഒന്നും ഇല്ലാണ്ടാവും എന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും കാശൊക്കെ എടുത്തിട്ട് കടക്കാരുടെ കട മുഴുവൻ വീട്ടി. അന്നത്തെ സെന്റിമെന്റ്സിൽ അളിയൻ അങ്ങോട്ട് എഴുതി കൊടുത്തതാ ചേച്ചിക്ക് ഈ വീടും തറവാടൊക്കെ. അല്ല, അതുകൊണ്ട് ഇപ്പൊ ഈ വീടും പറമ്പൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കറക്റ്റാ മക്കളെ പറഞ്ഞതല്ല, ഇല്ലെങ്കിൽ അച്ഛൻ ഇതെല്ലാം വിറ്റു തലച്ചേനെ. അല്ല ബലരാമേട്ടാ, അന്ന് ഏതായാലും അങ്ങൊരു കാര്യം ചെയ്തത് നന്നായി. മക്കൾക്കൊന്നും ഉപകാരപ്പെട്ടില്ലെങ്കിലേ ആശ്രമത്തിന് ഉപകാരപ്പെട്ടല്ലോ, സ്വത്തൊക്കെ അവർക്ക് പോവല്ലേ. ആശ്രമക്കാര് തെക്കോട്ട് നോക്കി കത്തേ ഉണ്ട്. ഈ ബലരാമന് ജീവനുണ്ടെങ്കിൽ ഈ തറവാട് ഒരാശ്രമക്കാരും കൊണ്ടുപോകത്തില്ല. കാര്യം പറ. ഉമ്മ, അതെ ഞാനേ കുഞ്ഞമ്മയുടെ അടുത്തുനിന്ന് കിടക്കാൻ പോണം. എന്തിനാടി? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? നീ എന്തിനാ അവർക്ക് കൂട്ടി കിടക്കാൻ പോന്നെ? എന്താ പിന്നെ ഞാൻ കുഞ്ഞമ്മയോട് പറഞ്ഞിട്ട് വരട്ടെ? വേണ്ട വേണ്ട വേണ്ട, പറയാനൊന്നും പോകണ്ട. ഈ വീട്ടിൽ നിന്ന് എല്ലാരെയും ഇറക്കാൻ വേണ്ടി നിൽക്കുന്നവരാ, അവരോട് അങ്ങനെ മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല ഉമ്മ, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്റെ അടുത്ത് ദേഷ്യപ്പെടൂലേ? ദേഷ്യപ്പെടാൻ അങ്ങനെ വന്നാലുണ്ടല്ലോ ഷാഹിന, എന്റെ സ്വഭാവം നിനക്കറിയാം, പക്ഷെ അവർക്കറിയത്തില്ല. ഇത് വേറൊരു കുടുംബം ആയണ്ട ഞാൻ അങ്ങ് അടങ്ങി നിൽക്കുന്നത്, അറിയാം എനക്ക്. എന്നാലും എന്റെ ഷാഹിന, ഈ സീതേച്ചി ആശ്രമത്തിലാണെന്നുള്ള കാര്യം അവരോട് ആരാ ഇപ്പൊ ഈ പറഞ്ഞത്? ഏതവൻ പറഞ്ഞാലും അവന്റെ തലയിൽ ഇടുത്തി വീഴണേ എന്റെ റബ്ബേ. എന്താ ഇങ്ങനെ പ്രാഗല്ലേ? പ്രാഗം ഞാന് ആരായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴണം. ഉമ്മ എന്നാ അവിടെ ഇരിക്കുവോ? എന്താ ഇരിക്ക്. അതെ, അത് പറഞ്ഞവനല്ല. പറഞ്ഞവനല്ലേ? പിന്നെ പറഞ്ഞവളാ. പറഞ്ഞവളോ? ഏതവള്? ഞാനാ. എന്താന്ന്? ഞാനാ കുഞ്ഞമ്മയുടെ അമ്മ ആശ്രമത്തിലാന്ന് പറഞ്ഞേ. ഷാഹിന, അത് കുഞ്ഞമ്മയുടെ സങ്കടം കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയാ. ഇത് ആരെങ്കിലും അറിഞ്ഞാ നിന്നെ പച്ചയ്ക്ക് കൊളുത്തും പെണ്ണേ. ഉമ്മ എനിക്ക് പറ്റിപ്പോയതാ. ഉമ്മ പറ്റിപ്പോയെന്ന്
നീ എന്താ പറഞ്ഞത്? നിനക്ക് വല്ല വിചാരമുണ്ടോ? ഉമ്മ ഞാൻ പറഞ്ഞില്ല, കുഞ്ഞമ്മയുടെ സങ്കടം കണ്ടപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു പോയി. എന്റെ കൊച്ചെ, ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന ഈ ലോകത്ത് വകതിരിവില്ലാത്ത ആള് ഞാനാണ്. ഇപ്പൊ എന്നെയൊക്കെ തോൽവിയായാലോടി നീയെ. അയ്യോ, നിന്നെ ഞാൻ കൊല്ലല്ലേ, കൊന്നിട്ട് ഞാൻ കിണറ്റി ചാടി ചാവാൻ പോവാ. എനിക്കിവിടെ ഇരിക്കാൻ വയ്യ, എന്റെ വയറ് കത്തുവാ എനിക്ക്. എന്റെ റബ്ബേ, ഇനി എന്തൊക്കെയാ വരാൻ പോന്ന്. ആ കുമാരിയുടെ ഒക്കെ മുഖം ഒന്ന് ഓർത്ത് നോക്കിയേ നീ. സാറാമ്മയൊക്കെ നിന്നെ ദഹിപ്പിക്കും. ഞാൻ എന്താ ചെയ്യാ ഇനി? നീ ഇപ്പഴേ എന്നോട് പറഞ്ഞത് പറഞ്ഞ് ഇനി ഈ രഹസ്യം ആരോട് നീ പറയണ്ട. ഇത് നമ്മുടെ മനസ്സിൽ തന്നെ നീ ഇതങ്ങ് കുടിച്ചു മൂടിക്കണം. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി കേട്ടോ. അതാ എന്റെ പേടി ഉമ്മ. എന്ത്? എന്റേത് ഒരു ലോല ഹൃദയവാ. രഹസ്യങ്ങളൊന്നും ഒരുപാട് സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ അറിയാതെ പറഞ്ഞു പോവും. പറയൂടെ നീ, പറയോ? ഒരാളോടും പറയല്ലേ മോളെ, ഒരാളോടും നീ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. നീ ആരോടും പറയരുത്. ശ്രമിച്ചാ പോരാ, പറയരുത് കേട്ടോ. ആരോടും പറഞ്ഞു, ഉമ്മയുടെ പൊന്നുമോളല്ലേ, ആരോടും പറയല്ലേ. അല്ല, എനിക്ക് ശക്തി തരണേ. ഞാനിനി ഇതാരോടും പറയല്ലേ, അല്ല അറിയാതെ. ഉമ്മാന്റെ കരളെ ഉപ്പാന്റെ പൊരുളെ മുത്താണ് നീ ഞമക്ക്. അവക്ക് ഇന്ന് എന്റെ തോളത്ത് കിടക്കണമെന്ന് വലിയ ആഗ്രഹം. അച്ചടാ, എന്താ ഉറങ്ങണ്ടേ? ഉറങ്ങാൻ പോവാ. എന്നാ പിന്നെ വാ പോവാ. ഞാനിന്ന് ഇവിടെയാ കിടക്കുന്നേ. എവിടെ? ഇവിടെ ഉമ്മയുടെ കൂടെ. അപ്പൊ ഞാനോ? കുഞ്ഞമ്മയുടെ മുറിയിലും മുകളില്. ഒറ്റയ്ക്കോ? എടി മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ഞാൻ വരണില്ല. വരണില്ലെന്നോ? ഷാഹിന, വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ആ പിന്നെ അവള് വരുന്നില്ല. എല്ലാരും വിറപ്പിച്ച് വെക്കുന്ന വലിയ പുള്ളിയാ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അവള് വരുന്നില്ല. അത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ആ, ഞാൻ അവിടെ ഉമ്മയാ, ഞാനാ തീരുമാനിക്കുന്നത്. ഇന്ന് അവള് നിങ്ങളുടെ കൂടെ കിടക്കാൻ വരുന്നില്ല. ആഹാ, ഷാഹിന, എന്താ നിന്റെ തീരുമാനം? ഞാൻ വരണില്ല. വരുന്നില്ല? തീരുമാനിച്ചു. എന്നാ എന്റെ തീരുമാനം കൂടെ കേട്ടോ. ഓ, ചേച്ചി ആശ്രമത്തിൽ പോയ കാര്യം എന്നോട് പറഞ്ഞത് നീയാണെന്ന് ഞാൻ ഇവിടെ എല്ലാരോടും പറഞ്ഞു. ആഹാ, പോരട്ടെ, എന്താ പറയാനുള്ള? മോളെ, എത്ര വലിയ ഗുണ്ടയാണേലും ഒറ്റയ്ക്കടക്കം പേടിയായിട്ടായിരിക്കും വിളിക്കുന്നത്. മോള് ചെല്ല്. ഓരോന്ന് പറഞ്ഞു ഒപ്പിക്കുമ്പോ ഓർക്കണം മോളെ. ചെല്ല്, വാ കിടക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. ഓ ആയിക്കോട്ടെ. ല്ലോ, എന്റെ കൊച്ചിനെ വിളിച്ചോണ്ട് പോകുന്നത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാം. പടച്ചോനെ, നീ തന്നെ കാത്തോണേ. ഇതിപ്പോ ആരോടും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഇത് എന്തൊരു പങ്കപ്പാട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങൾ മണ്ണുണ്ട്, നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അജിക, ഓ മാസം നാളികേരം കുറവാട്ടോ. ആ, കുറവെന്ന് മാത്രമല്ല, ഉള്ളത് മുഴുവൻ പേടാ, കുലുങ്ങുന്നില്ല. പേടോ? ആ, ദേ നോക്ക്. ഇതവിടെ അവസാനം മമ്മദിന്റെ അടുത്തുകൊണ്ട് ചെല്ലുമ്പോ അവയെല്ലാം പെറുക്കി കളയും. അവസാനം കാശ് പറഞ്ഞിട്ട് എന്നോട് വഴക്കിന് വരരുത് പുണ്ണി. ഞാനെന്താ പേടായാല് എന്ത് ചെയ്യണോന്നോ? തെങ്ങിന്റെ മൂട്ടിൽ വല്ലതും ചെയ്യണം. അല്ല, തെങ്ങ് കൊണ്ട് വെച്ചാല് വെറുതെ തേങ്ങയെങ്കിൽ കിട്ടൂല. പണിയെടുത്താലേ കാശ് കിട്ടൂ. ഇനിയിപ്പം വേറൊരു കാര്യം ഞാൻ പറയാം. എന്താ? ഈ തേങ്ങ മൂക്കുമ്പോഴാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതിന് ഒരുപാട് സമയവും എടുക്കും. അതിന് മാർക്കറ്റിൽ വലിയ വിലയൊന്നുമില്ല, 10-25 രൂപ കിട്ടും. അതേസമയം ഇളനീരിനാണെങ്കിൽ നല്ല വിലയാ. എത്ര കിട്ടും? പ്രത്യേകിച്ച് നാടൻ ഇളനീരൊക്കെ ആണെങ്കിൽ ഒരു 50 രൂപയെങ്കിലും കിട്ടും ഒരെണ്ണത്തിന്. ഒരിളനീരിനോ? ആ, എന്നാ പിന്നെ നമുക്ക് ഇളനീരിട്ടാ പോരെ? മതി, ഇളനീരിട്ടാ മതി. രാഘവനോട് പറഞ്ഞ് അടുത്ത മാസം തൊട്ട് ഇളനീരിട്ടാ മതി. ഇളനീരിടിക്ക. എന്നിട്ടേ ഞാൻ ഈ ഇളനീരൊക്കെ റോഡരികിൽ കൊണ്ടുവച്ചിട്ടേ അപ്പുണ്ണീസ് ഇളനീരിനൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ വിൽക്കാം. അപ്പൊ ഈ രമണീയ നന്ദിനിയൊക്കെ ആര് നോക്കും? നന്ദിനെയും രമണീനെയും കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്ന് വിറ്റോളാം. എന്റെ അപ്പുണ്ണി ഇളനീര് കൊണ്ടുവച്ചാ ഉടനെ വിറ്റ് പോകത്തൊന്നുമില്ല. നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിന്റെ അടുത്ത് നിൽക്കണം, എന്നാലേ കച്ചവടം നടക്കൂ. യാത്രക്കാർ എപ്പോഴാ വന്ന് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. നേരാ. അങ്ങനെയാണെങ്കിൽ ജമാലിനെ ഇരുത്തിയാലോ? ആര്? ജമാലിനെ. ജമാല് ഫസ്റ്റ്. എന്ത് നല്ല ആള്. എന്നാ പിന്നെ വിൽക്കാനൊന്നും കാണൂല, അവന് കുടിക്കാനേ കാണൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പുണ്ണി, നല്ല ഹോൾസെയിൽ പാർട്ടീസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. ആണോ? ആ,
നല്ല വില ഇട്ടില്ലേ? നല്ല വിലയും മേടിച്ചു തരാം. എന്നാ അവർക്ക് കൊടുക്കാം. ആ അവിടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മള് തറവാട്ടിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് എന്ത് ചെയ്യും? വെളിച്ചെണ്ണയൊക്കെ നമുക്ക് വിലക്ക് വേറെ മേടിച്ചുകൂടെ? നല്ല പൈസയല്ലേ കിട്ടുന്ന കരിക്കുന്നു. അല്ല ഞാനൊരു ഐഡിയ പറയട്ടെ, നമുക്ക് പകുതി ആക്കിയാലോ? പകുതി നാളികേറാക്കാം, പകുതി ഇളനീരായിട്ട് കൊടുക്കാം. അങ്ങനെ ആ പകുതി എന്ന് പറയുമ്പോ എത്ര എണ്ണം വരും? ഒരു 100 ഉണ്ടാവില്ലേ? 100 എണ്ണം. എന്റെ അപ്പുണ്ണി വേറെ വല്ല പണി നോക്ക്. 100 കരിക്കും കൊണ്ട് ഹോൾസെയിലാരെ വിളിച്ചു കൊടുക്കാൻ പോയല്ലേ. നമുക്ക് കൊപ്രാക്കാരനെ തന്നെ കൊടുത്താൽ മതി, അതാ നല്ലത്. മജിക്കന്നല്ലോ ഓരോന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചേ. ഒരു ബിസിനസ് സാധ്യത പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ചാക്ക് ഇട്ടാ നോക്ക്, കൊണ്ടുപോവാ. ആഹാ ഇത് ഇതുവരെ തീർന്നില്ലേ? എന്താ സുലു ചെയ്യുമല്ലേ സുലു? എങ്ങനെ ഇത് തോളെ വെച്ച് ചുമന്നുണ്ടോ? ഞാനേ നമ്മുടെ രാജന്റെ പിക്കപ്പ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പൊ വണ്ടിയും കൊണ്ടുവരും, അപ്പൊ അതേ വെച്ച് കൊണ്ടുപോവാം. എന്ത് ഉറുമുണ്ടോ? ഉറുമുണ്ട്. അപ്പുണ്ണി തേങ്ങ ഇത്തവണ കുറവാണല്ലോ. സുൽത്താത്താ, നാളികേരം ഓരോ മാസം കുറഞ്ഞോണ്ട് വരിക. എങ്ങനെ കുറയാതിരിക്കും? തെങ്ങിന്റെ മൂട്ടിൽ വല്ല പണിയെടുക്കണ്ടേ? മജീക്ക, ഇവിടെ പിന്നെ ആരെയും പണിയെടുക്കാറ് തെങ്ങിന്റെ മൂട്ടില്? പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ പറയണ്ട. അയ്യോ കരിക്കൊന്നും ഇല്ലേ? കരിക്കിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ ആ രാഘവനോട് പറഞ്ഞത്തേക്ക് കയറുമ്പോ 5-6 കരിക്കിടണേന്ന്. എന്റെ സുലു ഞാൻ പറഞ്ഞതാ. അപ്പൊ അവൻ പറയാ അവൻ കരിക്ക് വെട്ടുകാരനല്ല തേങ്ങ വെട്ടുകാരനാന്ന്. അതിപ്പോ ഈ തേങ്ങയില് കരിക്കും തേങ്ങ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സഹോദരങ്ങളല്ലേ. ഈ തേങ്ങ വെട്ടുമ്പോ ഒരു കരിക്കൂടെ ഇട്ടെന്ന് ചോദിച്ചാൽ എന്ത് വരാനാ? അതെ, അത് രാഘവന്റെ സൂത്ര. അവനെന്താ കരിക്കിടാത്തെന്നറിയോ? അടുത്ത മാസം പിന്നെ അത് തേങ്ങാവില്ല, അപ്പൊ അവന് പണി ഉണ്ടാവില്ലല്ലോ. അതാ. അത് എന്നിട്ടാ രാഘവന്റെ അവിടെ അവൻ നാളികേരം ഇട്ടിടുമ്പോഴേക്കും അവന് ദാഹിക്കും, അപ്പൊ കള്ളുടിക്കാൻ പോകും. ഇനിയിപ്പോ വരും കൂലി മേടിക്കാൻ. ഈ രാഘവനൊക്കെ എന്ത് ഡിമാൻഡാന്നറിയോ? നേരെ സുൽത്താത്താ, ഈ നാട്ടിലെ നാളികേരം ഇടാൻ രാഘവൻ മാത്രമുള്ള വേറൊരാളില്ല. എന്തോരം പൈസ ഉണ്ടാക്കുന്നേ. എന്റെ ഇക്കയ്ക്ക് മരക്കച്ചവടം ഒക്കെ നിർത്തിയിട്ട് ഒന്ന് തെങ്ങ് കയറിക്കൂടെ? എന്റെ സുലു ഞാൻ നന്നായിട്ട് മരം കയറും. ആണോ? പിന്നെ കയറും. ഉമ്മക്ക് ഒരു കാര്യം അറിയോ? പണ്ടൊരിക്കലേ നമ്മുടെ വീട്ടിലായിരിക്കുമ്പം അമ്പിളിക്ക് എനിക്കൊരു ലെറ്റർ റോക്കറ്റ് പോലെ വിട്ടു. അതാണെങ്കിലോ ഒരു മരക്കൊമ്പിൽ ഉടക്കി. ഈ നിൽക്കുന്ന വാപ്പ അത് കണ്ടേ. വാപ്പയ്ക്കാണെങ്കിൽ അതിൽ എന്താ എഴുതിക്കുന്നതെന്ന് കണ്ടേ മതിയാവുള്ളൂ. ആന്നേ. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ആ മരത്തിൽ വലിഞ്ഞു കയറിയിട്ട് തിരിച്ചിറക്കാനേ ഫയർഫോഴ്സ് വരേണ്ടി വന്നു. അതെന്താ പറ്റി? വാപ്പയ്ക്ക് തിരിച്ചിറങ്ങാൻ അറിഞ്ഞൂടല്ലോ. എന്റെ ഈ ഇക്കയാണോ തെങ്ങ കയറി തേങ്ങ ഇടാൻ പോന്നെ? അല്ല, എന്നിട്ട് കത്തിൽ എന്തായിരുന്നു എഴുതിയിരുന്നേ? അതിൽ അമ്പിളി എഴുതിയേക്കുന്നത്. നീ എന്നെ പറഞ്ഞു നാണം കെടുത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയും. പറ. അതിൽ എഴുതിയേക്കുന്നത് ഈ മാസം കുറച്ച് ടൈറ്റാണ്, ആ മോതിരം ഒന്ന് പണയം വെക്കാൻ തരണോ. അപ്പൊ അമ്പിളിമോന്റെ ATM നീയായിരുന്നാ? കല്യാണത്തിന് മുമ്പേ നീ അമ്പിളിയെ സഹായിച്ചു തുടങ്ങിയിരുന്നോ? അത് പിന്നെ അമ്പിളിക്ക് സഹായിക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? എന്നിട്ട് എന്നെ കുമാരി ഒന്നും സഹായിച്ചിട്ടില്ലല്ലോ. അത് കുമാരി ചേച്ചി, ഇത് ഷാഹിന. എന്തായാലും സഹായിച്ച് ആ മോതിരം പിന്നെ ഇതേവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുഞ്ഞമ്മ, എന്താ ഇവിടെ പരിപാടി? നാളികേരം പറിച്ചു കഴിഞ്ഞിട്ടേ അത് എണ്ണീട്ട് ചാക്കിൽ കയറ്റുക. ആരോട് വെച്ചിട്ട്? ഇവിടെ ആവശ്യമുള്ള നാളികേരം അടുക്കളയിൽ ഇരിപ്പുണ്ടല്ലോ. അയ്യോ, ഇത് വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ല കുഞ്ഞമ്മേ. പിന്നെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ പുറത്തു കൊടുക്കാറാ പതിവ്. വാപ്പ അത് കച്ചവടം ചെയ്യുന്നേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് കുഞ്ഞമ്മ ജയിലിലായിരുന്നില്ലേ? ഈ തിരക്കിന്റെ ഇടയ്ക്കേ ജയിലിൽ വന്ന് പറയാൻ പറ്റിയില്ല, സോറി. അയ്യോ, ആക്കിയതായിരിക്കും അല്ലേ? ഒരുപാട് ഓവറാവല്ലേ കേട്ടോ. അതെന്താണെന്നറിയോ രാധേച്ചി, സാധാരണ കഴിഞ്ഞ മാസമാണ് രാഘവൻ വന്ന് തേങ്ങ ഇടേണ്ടത്. രാഘവന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഈ മാസത്തേക്ക് മാറി, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ജീവനോടെ ഉള്ളപ്പോ ആരോട് ചോദിച്ചിട്ടാ ഈ രാഘവൻ തെങ്ങയിൽ കയറിയത്? കുഞ്ഞുമക്ക് തെങ്ങേറാൻ അറിയോ? എന്റെ അപ്പുണ്ണി, അപ്പൊ വെറുതെ ഈ രാഘവന് പൈസ കൊടുത്ത് നമ്മൾ തെങ്ങയിലൊക്കെ കയറ്റിയത്? പിന്നെ അടുത്ത മാസം മുതൽ കുഞ്ഞുമ കയറിക്കോ തെങ്ങില്. കുടുംബടക്കം പരിഹസിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഓവറാവല്ലേ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തറവാട് ആശ്രമത്തിന് എഴുതി കൊടുത്ത് കഴിഞ്ഞു. ഇനി ഈ വീട്ടില് ഒരു കരിയില അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. അതെന്ത് പറച്ചില്ല രാധേച്ചി. ഇപ്പൊ ഈ പറഞ്ഞതിനകം തന്നെ എത്ര കരിയില ഇവിടെ കിടന്ന് അനങ്ങിയിട്ടുണ്ടെന്നല്ലോ. ഒരു കരിയില പോലും രാധേച്ചി ഞാൻ അനങ്ങിയോട്ടെ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഷാഹിന, നിന്റെ ഉമ്മയോട് മര്യാദക്ക് മിണ്ടാണ്ട് അടങ്ങി ഒതുക്കി നിന്നോളാം പറഞ്ഞോ, ഇല്ലെങ്കിൽ കാല് വാരി ഞാൻ നിലത്തടിക്കും. ഉമ്മയുടെ കാലേ വാരി നിലത്തടിക്കുമെന്ന്. ഉമ്മയുടെ അല്ല നിന്റെ. അതിന് ഞാനെന്താ ചെയ്തേ? നിന്റെ ആണല്ലോ ഉമ്മ. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കെ. കുഞ്ഞമ്മയുടെ കൂടെ രാത്രി കിടക്കുന്നത് ഞാനാ. എന്തെങ്കിലും എന്നെ ചെയ്താലോ അനുഭവിക്കേണ്ട ഞാനല്ലേ, അതുകൊണ്ട് ഒന്നും മിണ്ടല്ലേ. അപ്പുണ്ണി, ഈ തേങ്ങ എല്ലാം വാരി പറക്കി പത്തായപ്പുരയിലേക്ക് വെച്ചോ. എണ്ണ എനിക്ക് അറിഞ്ഞൂടാന്ന് വിചാരിക്കരുത്.
ഒരെണ്ണം പോലും മാറ്റി വെക്കാതെ എല്ലാം എടുത്ത് പത്തായപ്പുരയിലേക്ക് വെച്ചോ. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ അതിന്റെ ദൂഷ്യം എന്താണെന്ന് അറിയാലോ നിനക്ക്. ഷാഹിന, നിനക്കും അറിയാലോ. ഞാനൊന്നും എടുത്തു നോക്കൂല്ലോ കേട്ടോ നാളികേരം. അപ്പുണ്ണേട്ടൻ അങ്ങനെ പറയല്ലേ. അപ്പുണ്ണേട്ടൻ ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ ചെയ്യേണ്ടി വരും. നീയാണ് ചെയ്തോ. അപ്പുണ്ണി, ഈ തേങ്ങ എടുത്ത് അറയ്ക്കകത്തോ പത്തായത്തിനകത്തോ എവിടാന്ന് വെച്ചാൽ വെച്ചുകൂട്. ഇനി ആ മമ്മദിനോട് ഞാൻ എന്ത് പറയുമെന്നോ. എന്ത് പറയാനാ, ഇവിടെ ഒരു ഭയങ്കര സ്ത്രീ ഉണ്ട്, അവര് തേങ്ങ ഒന്നും തന്നില്ല നിങ്ങൾ പറയണം. അതൊക്കെ പറഞ്ഞാൽ നാണക്കേടാവൂലേ. ഷാഹിന, വാപ്പ് ഇറങ്ങാൻ മോളെ. അപ്പൊ ചായ കുടിച്ചിട്ട് പോവാം. ഓ വേണ്ട, ഇനിയിപ്പോ ചായ കുടിക്കാൻ വേണ്ടി ചുണ്ടത്ത് വെക്കുമ്പോഴായിരിക്കും അവര് പറയുന്നത് ചായപ്പൊടി എടുത്ത് ആരോട് ചോദിച്ചിട്ട്. നമ്മളില്ലേ പോയിക്കോ. അത് തന്നെ. തെങ്ങ കിടന്ന തേങ്ങ ഇപ്പൊ ചാക്കിനകത്ത് കയറിയിരിക്കുന്നു. നിങ്ങളുടെ പുതിയ മൊലാളിയുടെ ഭരണപരിഷ്കാരമാ. അവിടെ കേടാ നിങ്ങളുടെയൊക്കെ ഒരു വിധി. ഇല്ല അമ്മതേ, അത് നടക്കൂല. കൊട്ടിലപ്പാട്ട് തേങ്ങ നമുക്ക് കിട്ടൂല. അത് കൊട്ടിലപ്പാട്ട് പുതിയ മുഖ്യമന്ത്രി വന്നു, പഴയ മന്ത്രി മാറി. അത് പറയുകയാണെങ്കിൽ ഒരു 2 ദിവസം പറയാനുള്ള കഥയുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് എനിക്ക് അങ്ങോട്ട് വരക്കം നടക്കൂല. ഇല്ലല്ല, നീ വിഷമിക്കണ്ട. നമ്മളിന്ന് പുതിയ ലോഡറാക്കും. ഞാനിവിടെ ഇരിക്കൂല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും. പിന്നെ അവർ ചായ കുടിക്കാനൊക്കെ പറഞ്ഞു, ഞാൻ കുടിക്കാൻ പോകുമല്ലേ. തേങ്ങ തരാതെ നമ്മളെ അതൊന്നുമില്ല. അതേ വരുന്നു, നമ്മളിന്ന് പുതിയ ലോഡറാക്കും. ധൈര്യമായിട്ട് വെച്ചോ. ശരി ശരി, ഓക്കെ. പോയില്ല ഇതുവരിക്കും. ഇതാ പോവുക. ഇതാ പോവാന്ന് പറഞ്ഞ് കൊറേ നേരം ആയല്ലോ നിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ ഇവിടെ ഉള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെ, ബന്ധുക്കാരൻ കൂടുതൽ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ? അതെ, ബന്ധുക്കാരൻ. അതെ. നിങ്ങള്? ഞാൻ ആരാന്ന് അറിഞ്ഞൂടെ? ഇവിടുത്തെ സീതേച്ചിയുടെ അനിയത്തിയല്ലേ? അതെ. അതായത് സീതേച്ചിയുടെ അച്ഛന്റെ അനിയന്റെ മോള് ബന്ധുക്കാരി. പറഞ്ഞു വരുമ്പോ എന്റെ അത്ര പോലും ബന്ധുത്വം കൊട്ടിലെ പാടുമായിട്ടില്ല. ഷാഹിനയുടെ വാപ്പയാണെന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഞാൻ പരിഗണന തരുന്നത്. അതൊന്നും കൊണ്ടല്ല, എന്റെ ഹസ്തകണക്കുള്ള ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ ഹസ്തപ്രജ്ഞയായി പോയി, അതാണ് കാര്യം. അല്ലാതെ എന്നെ ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ എവിടുന്ന വരുന്നത് അറിയാമോ? എവിടെന്ന്? അങ്ങ് ജയിലിന്ന്. എനിക്കൊരാളെ കൊല്ലാനും മടിയില്ല. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേ കണ്ണ് 2 ഗോലി കണക്ക് തള്ളി എന്നെ പുറത്തു വരണം. ഇതെങ്ങനെ ദേഷ്യപ്പെടുമ്പോ മാത്രമേ ഉള്ള. ഭയങ്കര ചിരിയാണല്ലോ. മുട്ട കോമഡിയാവാ. നല്ല സാധനമാണ് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഒന്ന് പറയാമോ? അല്ല, ഇത് ഞങ്ങളുടെ ഫാമിലി കോമഡിയാ. എന്നാ കേക്കട്ടെ. അതെ. അല്ലടാ, നീ ഇത്ര നേരം എവിടെ പോയി കയറുന്നു? ഞാനോ? എന്റെ പൊന്നെ, ഷാപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ മറ്റേ ശർക്കര ഇട്ട തലക്കറി കഴിക്കാനായിട്ടേ ഭയങ്കര തിരക്ക്. ഞാൻ തെക്കി തിരക്കിയല്ലേ എന്റെ കോട്ട പോലും മേടിച്ചത്. ആണോ? പിന്നെ അതാണ് ശർക്കര ഇട്ട തലക്കറി. അത് മുട്ട കോമഡിയാ. ഈ ഷാപ്പിൽ കറി വെക്കുന്ന വഴി ഇന്ന് അടിച്ചത് ഇച്ചിരി കൂടിപ്പോയി. അവൻ കുടംപുളിക്ക് പോരെ എടുത്തിട്ടത് ശർക്കരയാ. പക്ഷെ സാധനം കയറിയെങ്കിൽ ഹിറ്റായി. അവിടെ മൊത്തം ഇപ്പൊ ചാനലുകാരുടെ ബഹളവാ. അതാണ് അവസ്ഥ. ഹായ് സീതേച്ചി. സീതേച്ചിയുടെ വണ്ണം കുറച്ച് കൂടുന്നുണ്ട്, ഡയറ്റ് ചെയ്യണം. അത് സീതേച്ചിയല്ല, പിന്നെ സീതേച്ചിയുടെ അനിയത്തി രാധേച്ചി. ആണോ? ഹായ് രാധേച്ചി. അപ്പൊ സീതേച്ചി എന്ത്? സീതേച്ചി ആശ്രമത്തിൽ സന്യസിക്കാൻ പോയി. സന്യസിക്കാനും? ആ സന്യാസിമാരുടെയൊക്കെ ഒരു വിധി. എന്ത്? അല്ല, സന്യസിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിക്കുമായിരുന്നു. ഓ അതോ, അത് ഇവിടുത്തെ ആൾക്കാരുടെ ഗുണവധികാരം കൊണ്ട്. അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരും. ഞാനിപ്പോ തേങ്ങ ഇട്ടെന്റെ പൈസ തരുമായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. അതായത് രാഘവ, കഴിഞ്ഞ മാസം വരെ ഞാനും നീയുമായിട്ടായിരുന്നു ഡീൽ. ഓക്കെ. കാരണം ഇവിടുത്തെ തേങ്ങകൾ എടുക്കുന്നതും കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നത് ഞാനായിരുന്നു. അതെ. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കൂലി തന്നുകൊണ്ടിരുന്നത്. ഈ മാസം മുതൽ ഞാൻ ഇവിടുത്തെ തേങ്ങ എടുക്കുന്നുമില്ല, കച്ചവടം ചെയ്യുന്നുമില്ല. അപ്പൊ നിങ്ങൾ സേഫായി. അതെ. പിന്നെ അപ്പുണ്ണിയോട് പണിക്കാശ് ചോദിക്കാമെന്ന് വെച്ചാൽ അപ്പുണ്ണിക്ക് ഇവിടത്തെ തേങ്ങയിൽ ഒരു അവകാശവും ഇല്ലെന്നാണ് ഇവിടത്തെ ചില ഭരണകർത്താക്കൾ പറയുന്നത്. അതുകൊണ്ട് അപ്പുണ്ണിയും നിനക്ക് പണിക്കാശ് തരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അപ്പുണ്ണി സേഫായി. അതെ. അപ്പൊ എന്റെ കാശ് ഞാൻ ആരോട് ചോദിക്കും ഇപ്പൊ?
നിന്റെ പണിക്കാശ് ഇപ്പൊ ഇവിടെ ചില പുതിയ ഭരണാധികാരികളുണ്ട്, അവരോട് ചോദിക്ക്, നിനക്ക് തരും. എന്നാ ഞാൻ പൊക്കോട്ടെ. അതെന്നെ ചിരിച്ചിട്ട് പോണേ? അയാളുടെ തലയ്ക്ക് ഓളം വെട്ടാന്നാ തോന്നണേ. അതെ, പുതിയ ഭരണകർത്താവേ, ഈ ഉള്ളവൻ തെങ്ങേ കയറിയ കാശിന് തരുമായിരുന്നെങ്കിൽ എനിക്ക് ഷാപ്പിൽ പോകാമായിരുന്നു. കാശ് കാശല്ലേ? കാശ് കാശ് ഭഗവാൻ തരുമെന്നാണോ? അതല്ല. പിന്നെ കാശ് നീ ഒരു കാര്യം ചെയ്, പങ്കിയെടുത്തുനിന്ന് വാങ്ങിച്ചോ. കീഴെടുത്ത് അല്ല, ഭരണകർത്താവിന്റെ പൈസ ഒന്നും ഇല്ലേ? നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞേ പങ്കിയുടെ വാങ്ങിച്ചോളാൻ. പറഞ്ഞതങ്ങ് കേട്ടാ മതി. കൊട്ടിലെ പാട്ടുകാരി അത്ര, കൊട്ടിലെ പാട്ടുകാരി. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്തേലും ആ, അതാണ്, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാട്ടുകാരി. നിന്റെ വാപ്പേ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അറിയോ? അത് ഉമ്മയല്ലേ പൊക്കോളം പറഞ്ഞ വാപ്പയോട്. പിന്നെ ഇവിടുത്തെ നാണം കെട്ട വെള്ളം എന്തിനാണ് നിന്റെ വാപ്പ കുടിക്കുന്നത്? എന്തിനാ?